مركز مأوى القادم مركز رمز المكارم مركز مأوى القادم مركز رمز المكارم سبحانه وتعالى على أن من علينا من نعمه وفضله إنشاء جامعة مركز الثقافة السنية الإسلامية. ومن نعم الله تعالى تملكنا هذه الأرض الواسعة أكثر من 100 فدان وخططنا فيها أمورا كثيرة. نحمد الله سبحانه وتعالى أولا على ذلك، ونرفع بعد الحمد لله والشكر أقصى آيات التهاني والتبريكات إلى صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس دولة الإمارات العربية المتحدة، متعنا الله بطول حياته وصحته نفعا للإسلام والمسلمين ولجميع الأمة. വളരെ അഭിമാനത്തോടുകൂടി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജാണ് ഇവിടെ ഈ നോളജ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് സന്തോഷത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ യുനാനി മെഡിക്കൽ കോളേജ് 50 മെഡിക്കൽ കോളേജുകളുണ്ട്. അതെല്ലാം ഗവൺമെന്റ് തലത്തിലും മറ്റു തലത്തിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന കോളേജുകളാണ്. കേരളത്തിലും ഗുജറാത്തിലും മാത്രമാണ് യുനാനി മെഡിക്കൽ കോളേജ് ഇല്ലാതിരുന്ന 2 സംസ്ഥാനം. അഭിനന്ദനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ നോളജ് സിറ്റി ആരംഭിക്കുവാനുള്ള തീരുമാനമെടുത്ത് ആദ്യമായി യുനാനി കോളേജ് ആരംഭിക്കണം എന്നുള്ള
നിർദ്ദേശം, അപേക്ഷ സംസ്ഥാന ഗവൺമെന്റിന് ലഭ്യമായപ്പോൾ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിന് കൂടുതൽ ഊർജ്ജസ്വലത കൊടുത്തുകൊണ്ട് ആധുനികമായ കാലഘട്ടത്തിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഗവൺമെന്റും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ നോളജ് സിറ്റിയിൽ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള ഈ ബഹുമാനായ ഉസ്താദിന്റെ ആ ആവശ്യം വളരെ സന്തോഷത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റ് പരിഗണിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ യുനാനി കോളേജിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുകയാണ്. വളരെ സ്വച്ഛന്തമായ, ശുദ്ധവായുള്ള, ശുദ്ധമായ പച്ചവെള്ളം ലഭിക്കുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ഈ 125 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള മതഭൗതിക വിദ്യാഭ്യാസം തേടാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നഭൂമിയായി മാറാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള തറക്കല്ലിടലോടനുബന്ധിച്ചിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ 37 വർഷക്കാലത്തെ സംഭവബഹുലമായിട്ടുള്ള മർക്കസു സഖാഫത്തിയുടെ പ്രവർത്തനങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനങ്ങൾ, മതരംഗത്ത്, ഭൗതിക രംഗത്ത്, IT രംഗത്ത്, സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് ആദ്യമായി യുനാനി മെഡിക്കൽ കോളേജിൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരാൻ ഈ സ്ഥാപനം തയ്യാറായതിൽ കേരളത്തിൽ ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും ആരോഗ്യമില്ലാത്തവരും ഈ സന്ദർഭത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ കാത്തിരിപ്പിലാണ്. 50ഓളം ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുപോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആധികാരികമായി ആരോഗ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ഒരു വൈദ്യശാഖയും പരസ്പരം ശത്രുക്കളല്ല, പരസ്പരം പൂരകങ്ങളാണ്. ആയുർവേദമായിരുന്നാലും സിദ്ധയായിരുന്നാലും യുനാനി ആയിരുന്നാലും അലോപ്പതി ആയിരുന്നാലും എല്ലാം ഒന്നും പരസ്പര വിരുദ്ധമല്ല. പക്ഷെ പരമാവധി സൈഡ് എഫക്റ്റ് കുറഞ്ഞുകൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായം, മഹിതമായ നമ്മുടെ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, തീർച്ചയായും ഈ സ്ഥാപനം നൽകുന്ന പ്രതീക്ഷ കേരളത്തിനാണ്, മലബാറിന് മാത്രമല്ല എന്ന് ഞാൻ അവകാശപ്പെടുക. ഇവിടെ പ്രവാസികളെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രവാസികളും മർക്കസും തമ്മിലുള്ള ബന്ധം പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ടതായിട്ടില്ല. കാരണം മർക്കസ് പ്രവാസികളില്ലാതെ ഇല്ല, പ്രവാസികൾ മർക്കസ് ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പാലക്കാട് പട്ടാമ്പി സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം മാത്രം ഞാൻ പറയാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല. അതായത് ഞാൻ അവിടെ കാത്തു നിൽക്കുകയാണ് ട്രെയിൻ വരാൻ. 8:25 ട്രെയിൻ. ഒരു 8:15 അവിടെ വലിയ റൂമുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാവരും കൂടി ആ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ലോക്കൽ ട്രെയിൻ കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ അവിടെ വന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി. അതിലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പ്രായം അധികമൊന്നും ഇല്ലാത്തൊരു മുസ്ലിയാർ കുട്ടി, നല്ല താടിയൊക്കെ വെച്ച് ഒരു ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഒരു 3-4 സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് പിന്നിലേക്ക് മാറിയിരുന്നു. കാരണം അവർക്ക് ശല്യം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് പോകാൻ വേണ്ടി. അവർ ഒരുമിച്ച് അങ്ങനെയാണ് പോയി. ഈ മുസ്ലിയാർ കുട്ടി അല്ലെങ്കിൽ ഈ ഉസ്താദ് എന്നെ കണ്ടപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നതിന് ഷെയ്ഖൻ്റെ ഒന്ന് സലാം പറഞ്ഞു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ അങ്ങനെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ കുടുംബാംഗങ്ങൾ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ന്യൂസിലൻഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. നല്ല താടിയുണ്ട്, നല്ല തൊപ്പിയുണ്ട്, നല്ല ശരിക്കും ഒരു മുസ്ലിയാർ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല, അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഇതില്ല. ന്യൂസിലൻഡിലൊക്കെ പോകുമ്പോൾ കുറച്ചെങ്കിലും ഒരു പരിഷ്കാരം, ഒരു മൗല്യന്മാരാണെങ്കിൽ ചെറിയൊരു പരിഷ്കാരമൊക്കെ ഉണ്ടാവേണ്ടതാണ്. അതില്ല. ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉടൻ തന്നെ പറയാണ്, എന്നെ AP ഉസ്താദ് അയച്ചതാണ് ന്യൂസിലാൻഡിലേക്ക്. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ? ചെറിയ ഒരു ദ്വീപ്, ഓസ്ട്രേലിയക്ക് അപ്പുറം. വളരെ കുറച്ച് മലയാളികളുള്ള അവിടെ ഉണ്ടാവുക. പക്ഷെ അവിടെ വരെ മർക്കസിന്റെ സഹായം എത്തി എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവഗന്ധിയായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാന്തപുരം ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോഴിക്കോട് പല മീറ്റിങ്ങുകളും യോഗങ്ങളും നടക്കുന്നതാണ്. ഞാൻ കേട്ടു ഇന്നാല് ഒരു സംഘടന ജിന്നുകളുടെ പ്രശ്നമാണ് ചർച്ച ചെയ്തത് എന്ന് ഞാൻ കേട്ടു. പക്ഷെ ഉസ്താദ് എപ്പോഴും മനുഷ്യന്റെ ജീവിതഗന്ധിയായ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നിവിടെ രൂപമെടുക്കുന്ന ഈ മർക്കസ് നോളജ് സിറ്റി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. വായുവും വെള്ളവും പോലെ മനുഷ്യന് ഏറ്റവും ആവശ്യമാണ് വിജ്ഞാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഒരുപക്ഷെ 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ മഹാമർക്കസിന്റെ ഈ നോളജ് സിറ്റിയിലേക്ക് 10,000-ങ്ങളെ ലോകത്ത് നിന്ന് ആകർഷിക്കുന്ന കേന്ദ്രമായി അതുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ലോക തൊഴിലാളി സമ്മേളനം ഇവിടെ നടത്തപ്പെട്ടു. തൊഴിലാളി സമ്മേളനം കേരളത്തിലും കർണാടകത്തിലും ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ ഉസ്താദ് പോയത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടേത് ശ്രീ മൊയ്യൻകുട്ടി പറഞ്ഞതുപോലെ ഒരു ബഹുസ്തര സമൂഹമാണ്. ആ ബഹുസ്തര സമൂഹത്തിൽ വെള്ളവും ശുദ്ധജലവും അതുപോലെ തന്നെ ശുദ്ധവായുവും പോലെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമായ ഒന്നാണ് വിജ്ഞാനം. മർക്കസിന്റെ നോളജ് സിറ്റി ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിളനിലമായി വളരാനുള്ള ഈ കേന്ദ്രം എല്ലാ സമൂഹത്തിനും വേണ്ടി വാതിലുകളും ജനാലകളും തുറന്നിടുന്നതാണ്. നമുക്കറിയാം, ഒരു ആത്മീയ നേതാവിലുപരി ആത്മീയ നേതാക്കന്മാർ എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ പോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മാത്രമാകാതെ പൊതുസമൂഹത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം. അതിന് പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ ഈ 2 യാത്രയിലൂടെയും പൊതുസമൂഹത്തിലെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം നമുക്കും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി. ഈ ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ അത് മേടിക്കുവാനും അതുപോലെ തന്നെ ഒരു നോളജ് സിറ്റി എന്ന ഒരു സിറ്റി ഇവിടെ സ്ഥാപിക്കുവാനും അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമുക്കറിയാം, ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമാണ്. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പൊ ഈ രണ്ടിനും ഏറ്റവും ഗുണകരമായ ഒരു നിലപാടാണ് ഈ നോളജ് സിറ്റി കൊണ്ട് നമുക്കുണ്ടാകുന്നത്. And I have also the pleasure to interact with the eminent Sheikh Abu Bakar and his colleagues from the Markaz, and I'm hoping that I will convey whatever I have gathered from here to my country, Brunei Darussalam, and I hope that we can get something from there. And also I would like to congratulate the Markaz for the upcoming setting up of the knowledge city in Calicut. I have heard the briefing by the director, and it's going to be a very big achievement for the Markaz and also for the people of Calicut and Kerala in general.